കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് BNSS 144 സബ്സെക്ഷൻ 4 കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. മൊത്തം ഈ 144 5 ഭാഗങ്ങളാണുള്ളത്. അതിൽ 4ാമത്തെ ഭാഗമാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് 144 പറയുന്ന പോയിന്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സെൻറ്റൻസ് ആദ്യം വായിക്കാം, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. No wife shall be entitled to receive an allowance for the maintenance or interim maintenance and expenses of proceeding from her husband under this section എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ചെലവിന് കിട്ടാതെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ, ചെലവ് എന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ്, ഇൻ്ററിം മെയിൻ്റനൻസ്, എക്സ്പെൻസസ് ഓഫ് പ്രൊസീഡിങ്സ്, ഈ പറയുന്ന 3 കാര്യങ്ങളും ഒരു ഭർത്താവിൽ നിന്നും ഒരു ഭാര്യയ്ക്ക് കിട്ടാതെ ഇരിക്കുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയണത്. അതിങ്ങനെയാണ്: അണ്ടർ ദിസ് സെക്ഷൻ, ഇഫ് ഷീ ഈസ് ലിവിങ് ഇൻ അഡൾട്ടറി, അവളൊരു അഡൾട്ടറി ആയിട്ടുള്ള ഒരവസ്ഥയിൽ ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഓർ ഇഫ് വിത്തൗട്ട് എനി സഫിഷ്യൻറ്റ് റീസൺ ഷീ റെഫ്യൂസസ് ടു ലീവ് വിത്ത് ഹെർ ഹസ്ബൻഡ്, അതായത് പ്രത്യേകിച്ച് മതിയായ കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഭർത്താവിൽ നിന്നും അവൾ അകന്ന് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 9 പ്രകാരമുള്ള RCR, അല്ലെങ്കിൽ മുഹമ്മദിയൻ ലോ 280 പ്രകാരമുള്ള RCR, അല്ലെങ്കിൽ ഡിവോഴ്സ് ആക്ട് പ്രകാരം 32, 33 പ്രകാരം ക്രിസ്ത്യൻസിനും ഈ RCR ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും. കൂടാതെ അഡൾട്ടറി എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മെമ്പേഴ്സ് ഓൺലി വീഡിയോ ആണ് എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കാം. മറ്റന്നാൾ തൊട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യും. ഇനി 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദേ ആർ ലിവിങ് സെപ്പറേറ്റ്ലി ബൈ മ്യൂച്വൽ കോൺസെൻറ്റ്, പരസ്പര സമ്മതപ്രകാരം അവർ അകന്ന് താമസിക്കുന്ന സാഹചര്യമുണ്ട് എന്നുണ്ടെങ്കിലും ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. ഇനി അതിൽ 2 പ്രധാനപ്പെട്ട നോട്ടുകളുണ്ട്. നോട്ട് 1 ഇതാണ്: ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ക്യാൻ ക്യാൻസൽ മെയിൻ്റനൻസ് ഓർഡർ ഓൺ പ്രൂഫ് ഓഫ് അഡൾട്ടറി ഓർ റെഫ്യൂസൽ. ഇൻ കേസ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട് എന്നുള്ള ഒരു കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ ഈ അഡൾട്ടറിയും അതുപോലെ തന്നെ അവർ അകന്ന് താമസിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫ് കോടതിയിൽ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, മജിസ്ട്രേറ്റിന് ഈ പറയുന്ന മെയിൻ്റനൻസ് ആണെങ്കിലും ഇൻ്ററിം മെയിൻ്റനൻസ് ആണെന്നുണ്ടെങ്കിലും പ്രൊസീഡിങ്സ്, എക്സ്പെൻസസ് ഫോർ പ്രൊസീഡിങ്സും ക്യാൻസൽ ചെയ്യുവാനായിട്ടുള്ള അധികാരമുണ്ട്. അതായത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ക്യാൻ ക്യാൻസൽ മെയിൻ്റനൻസ് ഓർഡർ ഓൺ പ്രൂഫ് ഓഫ് അഡൾട്ടറി ഓർ റെഫ്യൂസൽ എന്നാണ് പറയുന്നത്. ഇനി നോട്ട് 2 ഇതാണ് പറയുന്നത്: ടു ട്രിഗർ BNSS 144 സബ്സെക്ഷൻ 4 കണ്ടിന്യൂസ് ആൻഡ് റിപ്പീറ്റഡ് ആക്ട്സ് ഓഫ് അഡൾട്ടറി റിക്വയർഡ് എന്നാണ് പറയുന്നത്. അതായത് അഡൾട്ടറി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ആയിട്ട്, ഒരു സിംഗിൾ ഇൻസിഡൻ്റ് ആയിട്ടല്ല, കണ്ടിന്യൂസ് ആയിട്ട് അഡൾട്ടറി നടന്നു എന്നുള്ളത് തെളിയിച്ചാൽ മാത്രമാണ് ഈ BNSS 144 സബ്സെക്ഷൻ 4 പ്രകാരമുള്ള അഡൾട്ടറിയുടെ ഒരു എവിഡൻസ് ആയിട്ട് അത് മാറുകയുള്ളൂ എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അഡൾട്ടറിയെ കുറിച്ചിട്ട് വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.